പ്രിയമുള്ളവരെ, പ്രഭാത മന്നത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ഈഗോയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അവരവരുടേതായ ചില ഈഗോ ഉണ്ടാവും. അഹംബോധം, അവബോധമല്ല അഹംബോധം, ഞാനെന്ന ഭാവം. ഇതാണ് നമ്മെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് പലപ്പോഴും. അത് നിങ്ങൾ ഈ ആധിപത്യം പുലർത്താനുള്ളൊരു അഭിവാഞ്ച മനുഷ്യ സഹജമാണ്. ഇത് തിരിച്ചറിയാൻ കുറച്ച് വൈകും. ജീവിതത്തിൻ്റെ നശ്വരത നമുക്കറിയാം. ആകസ്മികമായി വരുന്ന പല ദുരിതങ്ങളും വേർപാടുകളും വേദനകളും കഷ്ടനഷ്ടങ്ങളും രോഗങ്ങളും മഹാരോഗങ്ങളും ഒക്കെ നമ്മെ ഈഗോയിൽ നിന്നും ബോധത്തിലേക്ക് നയിക്കും. നമ്മുടെ അഹംബോധത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാവുന്ന ചില നിമിഷങ്ങൾ വരും. ഇതി കർത്തവ്യത മൂഢത എന്ന് പറയും. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരെ കാണണം എന്നൊന്നും അറിയാത്ത നിമിഷങ്ങൾ, സ്തംഭിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. വിഭ്രാന്തിയിൽപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അഹംബോധത്തിന് നിലനിൽപ്പുണ്ടാവില്ല. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലാവും. കാരണം ജീവിതം അതാണ്. എപ്പോഴും അത് പൊട്ടിപ്പൊളിയാം, എവിടെ വെച്ച് സംഭവിക്കാം. അതിനിപ്പോൾ ഗ്യാരണ്ടി ഒന്നും ആർക്കും തരാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത നിമിഷം എന്താണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയെന്ന് നമുക്കറിയില്ല, അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഈഗോയിന്, അഹംബോധത്തിന് യാതൊരു സ്ഥാനവുമില്ല. ആ ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും, മറക്കാൻ പറ്റും പലതും. കാരണം നമുക്കറിയാം, നമ്മളെ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാക്കി നമ്മൾ അഹംബോധമാണ്. ചെതൽപ്പുറ്റുകളെ പർവ്വതമാക്കി മാറ്റും, ഒരു ചെറിയ തീപ്പൊരിയെ മഹാഗ്നിയാക്കി മാറ്റും, അതിനെ പെരുപ്പിച്ച് അങ്ങനെ മഹാസംഭവമാക്കി മാറ്റും. ചെറിയ കാര്യങ്ങളായിരിക്കാം എല്ലാം തുടക്കത്തിൽ. സമൂഹത്തിൽ മുഴുവൻ കാണുന്ന അതൊക്കെ തന്നെയല്ലേ. ഇതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം തന്നെ അതിനെക്കുറിച്ച് അവബോധവാന്മാരാകണം. എന്നിൽ അഹംബോധത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചനയുണ്ടോ? എത്ര ശ്രദ്ധിച്ചാലും അത് മുന്നിലേക്ക് തുള്ളി വരും, തല പൊക്കും ഇടക്കൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ബോധവാനാകുക എന്നുള്ളതാണ്. ഞാൻ ആരെങ്കിലും തലയിൽ ആധിപത്യം പുലർത്തുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും അടിമയാക്കുന്നുണ്ടോ? എൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ എന്നുള്ളൊരു ആത്മവിചാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പലതും തിരുത്താം. ഇപ്പോഴാണ് അതിനുള്ള സമയം. ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ ഇവിടെ പലതും നമുക്ക് കൂട്ടിച്ചേർക്കാം, പലതും മറക്കാം, പൊറുക്കാം. നദിയൊഴുകട്ടെ മുന്നോട്ടേക്ക്, അതിൻ്റെ കൂടെ നമുക്കും ഒഴുകാം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.